രൂപരേഖ കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി വന്നത്. ഞങ്ങൾ വെറുതെ ലോകതത്വം പറഞ്ഞല്ലേ, നീ സീരിയസ് എടുത്താ? രാജേഷിന്റെ കൈരേഖ കാണിച്ചു കൊടുത്തേ പൊക്കിയിട്ട്. എല്ലാം കൈവിട്ടു പോയി. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്നടി എനിക്കെന്തോ ഒരു പന്തികേട് പോലെ. എന്താ ഏത് BJP-യിലേക്ക് സാബ് മൊത്ത കച്ചവടം നടത്തി BJP-ക്ക്. ഏതായാലും സംഗതി ഓക്കെ. എനിക്ക് അതൊരു നിർബന്ധമായിരുന്നു. എന്നതാ അവിടെ ചെന്നത് മൊത്തം എൻ്റെ കയ്യിൽ ഇത്ര ഒരു പാർട്ടി ഉണ്ട്, ഞങ്ങൾക്ക് 2 പഞ്ചായത്തുണ്ട്, മൊത്തം എത്ര? എനിക്ക് വാങ്ങിച്ചില്ല, വെച്ചേ ശീലു, പണയം വെച്ചേ. പിന്നെ എന്നാന്ന് വെച്ചാ എപ്പോ കൊണ്ട് വിറ്റാലും കൊടുക്കുന്ന ദിവസത്തെ മാർക്കറ്റ് വില കിട്ടും. ഇതിന്റെ മൊത്തം എത്ര എന്നുള്ള നിലയ്ക്ക് മൊത്തത്തിൽ കച്ചവടം നടത്തി. ഒരു റിട്ടേൺസ് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയിട്ട് പഞ്ചായത്ത് മെമ്പർ വരെയുള്ള ഒരാൾ പോലും ഈ കാര്യം അറിഞ്ഞിട്ടില്ല, ഒരാൾ പോലും. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ? ഇവന്റെ വിചാരം നമ്മളാരും പൈസ കണ്ടിട്ടില്ലെന്നാണ്. ഇവനെ കണ്ടല്ലോ അട്ടിച്ചവന്റെ അണപ്പല്ല് പുറത്തെടുക്കണം. ഈ പ്രധാനമന്ത്രി വരുന്നു കേരളത്തിലേക്ക് വരുന്നതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിനെ മൊത്തം മാറ്റി വികസനത്തെ കുറിച്ചൊരു അക്ഷരം വേണ്ടിയില്ലാന്ന് ആരോ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു. അവനെ മനുഷ്യന്റെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടോ? നോക്ക് നീ. അതെ, പുറത്തെ ഫ്രണ്ട്സ് താടിക്കാരനെ അല്ല മുസ്ലിങ്ങളെ പറയും, എല്ലാം പറയും. ബാക്കി എന്നിട്ട് പറഞ്ഞിട്ട് അവിടുന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിനെ പിടിച്ച് മലപ്പുറത്തൂടെ സ്ഥാനാർത്ഥിയാക്കും. ആര്? BJP. ശരിയല്ലേ? പക്ഷെ ഇത് വലിയ വിഷയമില്ല, നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമുള്ളൂ. എങ്ങനെ സോൾവ് ചെയ്യുന്നാ പറയുന്നത്? സാബു ജേക്കബിനെ എന്തിനാ കൊണ്ടുപോയത്? നമ്മുടെ കുമിളിയിലെ പ്ലാന്റർ തോമാച്ചായന്റെ മോളുടെ പ്രപ്പോസൽ വന്നിങ്ങനെ ബ്രഹ്മി നിൽക്കുമ്പോഴാ സാബു തന്നെ നേരെ പോയി തീരുമാനമാക്കി കച്ചവടം നടത്തി പരിപാടി പുള്ളി അവിടെ കൈ കൊടുത്ത് അത് അവസാനിപ്പിച്ചു. ഞാൻ ബാർഗൈൻ ചെയ്തു. അവസാനം എന്നതാ 25 ഡിസ്കൗണ്ട് ചെയ്തു. സാബു ജേക്കബിന്റെ കൂടെയുള്ള മുസ്ലിങ്ങൾ ഇന്ന് രാജിവെച്ചു. അയാളുടെ മോന്ത കിട്ടി ഒരു കുത്തും കൂടി കൊടുത്തിട്ട് വരായിരുന്നില്ല. എന്നിട്ട് കഴിഞ്ഞ സാബുവിന്റെ ഇലക്ഷൻ സമയത്ത് പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ പറയുന്നു, ഏത് UDF LDF പറയുന്നു എന്ത്, ഞാൻ BJP അന്തർധാരയാണെന്ന്. അത് തെളിയിച്ചാൽ ഇതിപ്പോ നന്നായെന്നാ ഞാൻ പറയുന്നത്. ഇപ്പൊ കുട്ടി മതിലയാടി. പാർട്ടി ഒരു മനുഷ്യൻ പോലും അറിഞ്ഞിട്ടില്ലാന്ന്. ഒരാൾ തീരുമാനം എടുക്കുന്നു, നേരെ പോയി കച്ചവടം ചെയ്ത് പരിപാടി അവസാനിപ്പിക്കുന്നു. താടിക്കാരൻ കിഴങ്ങന്റെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടാണ് നീ കല്യാണം സംബന്ധിച്ചത്? അതോ നിന്നെ എല്ലാം പെടുത്തിയതാണ് അയാളുടെ സ്വത്തും പണവും കണ്ടിട്ട്? എത്ര വർഷം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതുവരെ ഒരു സീറ്റ് നേടാൻ കഴിച്ചിട്ടുണ്ടോ? ഒരു സീറ്റ്, ഒരെണ്ണം.